നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞിത് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നാഴികയ്ക്ക് 40 വട്ടം ശാലിനി ശാലിനി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കുഞ്ഞ്. പിന്നെ എന്തിനാ കുഞ്ഞ് 6 വർഷം ശാലിനി കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നത്? അവസാനം അത് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ കടുങ്കൈ വേണമായിരുന്നോ? പിന്നെ അനാഥാശ്രമത്തിലെ അമ്മമാരും അന്തേവാസികളും ഒക്കെയാ എന്റെ ബന്ധുക്കൾ. ലെ മലയാളം മൂവീസ് കുറച്ച് കണ്ടതുകൊണ്ട് ഡയലോഗ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവൾ എന്നേക്കാൾ വലിയ നടിയാണെന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ സത്യം എന്റെ തോളത്തൊന്ന് കൈവയ്ക്കും. മോളെ, ഇനി എന്താ അടുത്ത ഡയലോഗ്? കിട്ടി, അത് തന്നെ. എനിക്കറിയാം സത്യാമ്മേ, എനിക്ക് ഈ വീട്ടിലൊന്നും വന്ന് കയറാനുള്ള യോഗ്യതയില്ലാന്ന്. മൊത്തം സെന്റിയാണല്ലോ. ആര് പറഞ്ഞു മോൾക്ക് യോഗ്യതയില്ലെന്ന്? മോൾക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ. നോക്കെ, നീയ ഇനി സത്യഭാമയുടെ മരുമകൾ. ഇവർ ഈ ഡയലോഗല്ലേ മുൻപ് എന്നോടും പറഞ്ഞത്? ആരാ സത്യാമ്മേ അത്? അത് പറഞ്ഞു കൊടുക്ക് സത്യമേ, ഞാൻ ആരാണെന്ന്. ഇയാൾക്ക് മുന്നില് സത്യമ്മ ഇപ്പൊ എനിക്കൊരു മിനി ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. ഇന്ന് രാവിലെ സത്യമ്മ വിഷ്ണുവിനെ ഒരു കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുപോയി നിർത്തിന്ന് പറഞ്ഞില്ലേ? അവിടെ വിഷ്ണുവിന്റെ താലി കാത്തിരുന്ന പെണ്ണാ ഞാൻ. ഓ, ഇവളാണല്ലേ വിഷ്ണുവേട്ടൻ പറഞ്ഞ രക്ഷസ്. എന്ന് കരുതി നമുക്കിടയില് ഒരു ശത്രുതയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓൾഡ് ജനറേഷൻ അല്ലല്ലോ നമ്മള്. ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോ ജയിക്കാൻ മാക്സിമം ശ്രമിക്കും. ഒരാൾ ജയിച്ച് ട്രോഫി നേടിക്കഴിഞ്ഞാൽ പരസ്പരം ശത്രുതയോ വൈരാഗ്യമോ ഒന്നുമില്ല. പകരം ഒരു ഷേക്ക് ഹാൻഡ് ആവാം. നിനക്കൊന്നും പറയാനില്ലേ? നമുക്ക് പോവാമേ, നമുക്ക് സത്യാമ്മയുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്ന് എനിക്ക് വിഷ്ണുവേട്ടനെ നേരിട്ട് കാണണം. അമ്മ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളൊന്നും നോക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് പറയണം. വിഷ്ണുവേട്ടനെ ആർക്കും വിട്ടു
വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഇത്രയും നാള് ഇതൊക്കെ ഒളിപ്പിച്ചത് എന്റെ തെറ്റായിപ്പോയി. എല്ലാം അവസാനിപ്പിക്കാൻ സമയമായി. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് വിഷ്ണുവേട്ടന്റെ തീരുമാനം എന്തെന്ന് എനിക്കറിയണം. അതിനുശേഷം ഒന്നുകിൽ വിഷ്ണുവേട്ടനെ ഞാൻ ഒന്നിച്ച് ജീവിക്കും, അതല്ലെങ്കിൽ വിഷ്ണുവേട്ടൻ ആ പെൺകുട്ടിക്കൊപ്പം ജീവിക്കും. പിന്നെ ഞാൻ ഉണ്ടാവില്ല. മോളെ, നമുക്ക് പോവാം. പോകണം. എന്നാലും കുഞ്ഞിത് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നാഴികയ്ക്ക് 40 വട്ടം ശാലിനി ശാലിനി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കുഞ്ഞ് പിന്നെ എന്തിനാ കുഞ്ഞ് 6 വർഷം ശാലിനി കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നത്? അവസാനം അത് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ കടുങ്കൈ വേണമായിരുന്നോ? ഇതിലും ഭേദം ഒരു കത്തി എടുത്ത് അതിന്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കാമായിരുന്നു. മറുപടി പറടാ. മറുപടി ഞാൻ പറഞ്ഞാ മതിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.